നമസ്കാരം. മണിപിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് എല്ലാവർക്കും വളരെ കൊണ്ടാട്ടം തന്നെ. എന്തെന്ന് വെച്ചാൽ ഗോൾഡ് ഇന്ന് 9025, നിഫ്റ്റി 70 പോയിന്റ് ഡൗണിലിരിക്കുന്നു, ബാങ്ക് നിഫ്റ്റി 120 പോയിന്റ് ഡൗണിലിരിക്കുന്നു. ഇന്ന് എന്തുകൊണ്ട് എല്ലാവർക്കും വളരെ കൊണ്ടാട്ടം എന്ന് വെച്ചാൽ, ഈ അപ്പൂപ്പൻ പോയ സമയത്തിൽ നമുക്കൊരു ഗിഫ്റ്റ് ചെക്ക് കൊടുത്തുകൊണ്ടാണ് പോയത്. റിട്ടയർ ആകുന്നു എന്ന് പറഞ്ഞ ശേഷം തന്നെ നമുക്കൊരു സ്വർണ്ണമട്ട കിട്ടുന്നു. ഇങ്ങനെയാണ് ഈ വാർത്ത വന്നിട്ട് സ്വർണ്ണമട്ട ഇട്ടെന്ന് നോക്കിയാൽ, സുമിറ്റോമോ എന്ന് പറയുന്ന ഒരു കമ്പനിയെ ജപ്പാനിൽ വാങ്ങിയായിരുന്നു. ഈ സുമിത്രോ കമ്പനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പോയ ആഴ്ച തന്നെ ഈ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയ്ക്ക് ഇഷ്യൂസിന് അവരെ തലയിൽ വെച്ച് കെട്ടിയായിരുന്നു. ഈ സുമിറ്റോമ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ യെസ് ബാങ്കിനെ വാങ്ങിയായിരുന്നു. നമുക്ക് OCയിൽ തന്നെ ഈ യെസ് ബാങ്ക് കിട്ടി. ഇത് കാരണം ഈ ട്രേഡേഴ്സ് ഒക്കെ വളരെ സന്തോഷത്തിലായിരിക്കുന്നു. നമുക്ക് ഈ ലക്ഷ്മി വിലാസ് ബാങ്ക് നടന്നപ്പോഴേ നമുക്കറിയാം, അമ്മയാർക്ക് ഫോറിൻ ബാങ്ക് തന്നെ വളരെ ഇഷ്ടമെന്ന്. നല്ല നല്ല ബാങ്കിനെ ഫോറിനേഴ്സിന് കൊടുക്കും, ലക്ഷ്മി വിലാസ് ബാങ്കിനെ പോലെ യെസ് ബാങ്കിനെയും എടുത്തു കൊടുത്തായിരുന്നു. നമ്മളെ ഹാപ്പി ആയിട്ട് ബഫറ്റ് അപ്പൻ കാണിക്കുന്ന വഴിയിൽ പോയി OCയിൽ നമുക്ക് യെസ് ബാങ്ക് കിട്ടി. ഇത് തന്നെ പറയണത് ബഫറ്റിനെ കോപ്പി അടിക്കണമെന്ന്. അതുകൊണ്ട് ഈ അപ്പൂപ്പൻ 10% വച്ചിട്ടുണ്ട്, ഞങ്ങൾ അധികം വച്ചിട്ടില്ല. ഈ അപ്പൂപ്പൻ എന്ത് പറഞ്ഞായിരുന്നെന്ന് വെച്ചാൽ, അടുത്ത 50 വർഷത്തിന് ആരും ഇതിനെ വിൽക്കാൻ പോകുന്നതില്ല എന്ന്. എങ്കിൽ ഈ അപ്പൂപ്പൻ വന്ന് അടിക്കുമെന്ന്, അതായത് ആവിയായിട്ട് വന്ന് അടിക്കുമെന്ന്. ഇത് കാരണം നമ്മളെ ആശ എന്തെന്ന് വെച്ചാൽ, ഈ അപ്പൂപ്പൻ 150 വർഷം ഉയിരോടെ ഇരുന്ന നന്നായിരിക്കും. നമ്മൾ വന്നിട്ട് ഒരു $1.7 ബില്യൺ വാങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ചീപ്പായിട്ട് ഒരു 15,000 crores. അവിടെ 0% വാങ്ങി, റൈറ്റിൽ വാങ്ങി ലെഫ്റ്റിൽ കൊടുത്തോണ്ട് പോയി. ഇനി നിങ്ങൾ ഇവിടെ ക്രെഡിറ്റ് കാർഡ് ലോണെല്ലാം വാങ്ങി. ഇത് തന്നെ ഞാൻ പറഞ്ഞത്, ഈ ക്രെഡിറ്റ് കാർഡ് ലോണൊന്നും എടുക്കരുതെന്ന്. എങ്ങനെ അപ്പൂപ്പൻ അകത്ത് വന്നെന്ന് നോക്കിയല്ലോ. അതും പെട്ടെന്ന് വോട്ടിംഗ് റൈറ്റ്സ് 26% ക്യാപ്പാകും. ദാറ്റ് ഈസ് ഓക്കെ. അതുകൊണ്ട് ഇപ്പോൾ സിംഗപ്പൂരിന് ഒരു ബാങ്ക്, ജപ്പാനിന് ഒരു ബാങ്ക്, ഇന്ത്യ ഞങ്ങൾ എങ്ങനെയാണ് അയക്കുമെന്ന് നോക്കണം നമ്മൾ. എനിവേ ഞാൻ ഹാപ്പിയാണ്. ആൻഡ് ഇതിന് ശേഷം ഈ സുമിറ്റോയുടെ മേളിൽ ഒരു കെമിക്കൽ കമ്പനിയും ലിസ്റ്റായി ഇന്ത്യയിലിരിക്കുന്നു. ഇതൊക്കെയാണ് സുമിറ്റോയെ കുറിച്ചുള്ള ന്യൂസ്. അതിൻ്റെ ശേഷം ട്രേഡർ ചെയ്യുന്ന ആൾക്കാർ ഇന്നൊരു കമ്പനി വാങ്ങിയായിരുന്നു, എന്നതാണ് അത്. ടാരിഫ് ഇട്ട ഉടനെ അത് 40% അത് ഇറങ്ങിയായിരുന്നു. ഒരുപാട് ആൾക്കാർ അതിന് ആവറേജ് ചെയ്തായിരുന്നു. 48 50 വരെ ഇരിക്കും അതിൻ്റെ റേറ്റ് ആവറേജ് ചെയ്തവർക്ക്. അതൊരു പ്രൈവറ്റ് കമ്പനി ഇല്ല, അതിൻ്റെ ടാരിഫിൻ്റെ മുമ്പ് ഇരുന്നതാണ് അതിൻ്റെ കറക്റ്റ് വില എന്ന് പറഞ്ഞു ഇതിന് 3G ക്യാപിറ്റൽ വാങ്ങിയായിരുന്നു. ആരൊക്കെ ആവറേജ് ചെയ്തോ അവർ $10 ഒരു ഷെയറിന് കിട്ടിയായിരുന്നു. അവരും കാശിനെ വാങ്ങി പോക്കറ്റിലിട്. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ, ഈ ഫോറിൻ കമ്പനിയുടെ അകത്ത് കൂടെ എന്ത് നടക്കുന്നു എന്ന് നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം. $9 ബില്യൺ 63 ബില്യൺ വാങ്ങിയായിരുന്നു. സോ 30%. ഇത് കാരണം ഈ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഹാപ്പിയാണ്. സോ ഈ ചെയർമാൻ ആൻഡ് CEO ഒക്കെ അങ്ങനെ ഇരിക്കും. ഇത് കാരണം ഒന്നും വലിയ ചേഞ്ചസ് ഇരിക്കില്ല എന്ന്. ഇപ്പോൾ അവർ അതിൻ്റെ ബ്രാൻഡിനെ സ്ട്രെങ്തൻ ചെയ്ത് ഗ്രോത്ത് പൊട്ടൻഷ്യലിലെ കയറ്റി പിന്നെ അതിനെ ചെയ്യും. സോണി എന്ത് കൺഫേം ചെയ്തെന്ന് വെച്ചാൽ, സോണി ബാങ്കിനെ തനിയെ പിരിച്ച് ലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ROAC ഭയങ്കരമായിട്ട് കയറും. സോ സോണിയുടെ സ്റ്റോക്ക് പെട്ടെന്ന് കയറിയായിരുന്നു. സോ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര എന്ത് ചെയ്തെന്ന് വെച്ചാൽ, സ്ട്രോങ് വോളിയൂം ഗ്രോത്ത്, അർബൻ ഡിമാൻഡ് അങ്ങനെ പറയുന്നു. ഇതിൻ്റെ വാല്യൂ പെട്ടെന്ന് കയറുന്നു. അതായത് ഈ മഹേന്ദ്രയുടെ സ്റ്റോക്ക് വാല്യൂ ആണ് ഇങ്ങനെ കയറിയത്. സോ അവർ തന്നെ ഇനി SUV രാജ എന്ന് പറഞ്ഞ് ടാറ്റ മോട്ടോഴ്സിന് 1% അടിച്ചിട്ടുണ്ട്. മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയുടെ പ്രോബ്ലം എന്തെന്ന് പറഞ്ഞ് ഞാൻ വിഷ്ണുവിൻ്റെ ഒപ്പം ഒരു ദിവസം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് കടൻ ഭയങ്കര കൂടുതലാണ്, ദെൻ പ്ലസ് ഹോൾഡിംഗ് കമ്പനി. എൻ്റെ അടുത്ത് കുറച്ച് കൊല്ലത്തിൻ്റെ മുമ്പേ കുറേ ഞാൻ കൺസിഡർ ചെയ്തത് ഇരിക്കുന്നു കയ്യിൽ. ആൻഡ് ഇപ്പോൾ സസൈനിയായിരിക്കും അവിടെ കാശിട്ട് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നില്ല. അത് കാരണം എന്താകുമെന്ന് വെച്ചാൽ, മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ബൈറ്റ്, അതായത് ഈ ദഹിനിക്കാത്ത അത്രയ്ക്കും അവർ കഴിക്കും. അപ്പോഴും നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. ഇത് തന്നെ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയിൽ ഇരിക്കുന്ന ഒരു വലിയ പ്രോബ്ലം. അതിൻ്റെ ശേഷം മാരുതിയുടെ മാർക്കറ്റ് ഷെയർ ഈ ഹിസ്റ്ററിയിലെ ആദ്യത്തെ തവണ 40 താഴെ പോയിരിക്കുന്നു. M&M ജസ്റ്റ് സെക്കൻഡ് പ്ലേസിൽ പോയിരിക്കുന്നു. 2, 3, 4 വലിയ ഡിഫറൻസ് ഒന്നുമില്ല. 2 മഹേന്ദ്ര, 3 ടാറ്റ, 4 ഹുണ്ടായി വന്നിട്ട് പുതിയതായിട്ട് വണ്ടി ലോഞ്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പോയി സ്റ്റക്കായി നിൽക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നു. ഈ സമയം കൊണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന ടൊയോട്ട റേസ് കുതിര പോലെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ടൊയോട്ടയിൽ ഒരു 14% സ്റ്റേക്ക് വന്ന് മിയൽ ടാറ്റയുടെ ഒപ്പം ഡോക്ടറിനായിട്ട് ഇരിക്കുന്നു. അത് ആരും മറക്കരുത്. മിയൽ ടാറ്റയുടെ ഡോക്ടറിനില്ലാ തന്നെ ചെയർപേഴ്സൺ ഓഫ് ടൊയോട്ട കിർലോസ്കർ, അവരുടെ പേര് മാനസി ടാറ്റ കിർലോസ്കർ. ഇന്ന് വന്നിട്ട് ഏത്തർ എനർജിൻ്റെ പബ്ലിക് ഇഷ്യൂ വന്നിട്ടുണ്ട്. ലിസ്റ്റിംഗ് ഫ്ലാറ്റ് രാവിലെ ഒരു 5 രൂപ ആയിരുന്നു. ചുണ്ട് ഇതിനെ വാങ്ങുന്ന ബെറ്ററാണ്. ഹീറോ മോട്ടർ ഇവിടെ ഇരിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ ഏത്തറിൻ്റെ കാര്യം പോക്കാം. ഇപ്പോൾ വന്നിട്ട് IPO പ്രൈസ് ഇരുന്ന് 3% ആവണം. ഇത് ഓലയെ പോലെ ഇരുന്നിരിക്കാൻ വേണ്ടിയതാ.
പക്ഷേ ഹീറോ ഇതിൽ കാശ് ഇട്ട് ഇരുന്നുകൊണ്ടിരിക്കുന്നു. അവൻ അതിനെ അസാൾട്ടായി എടുത്തുകൊണ്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നു. സോ ഇത് തന്നെ മാറ്റർ. ബെയിൻ ക്യാപിറ്റൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കാശൊക്കെ റെഡി ചെയ്തായി ബോസ്, സിസിനെ പെട്ടെന്ന് അപ്രൂവൽ തരണം, 4400 കോടി രൂപ ഇട്ട് മണപ്പുറം ഫൈനാൻസിന് ടേക്കപ്പ് ചെയ്യാം അങ്ങനെ പറഞ്ഞായിരുന്നു. 2 സബ്സിഡറി മൂലം കാശിനെ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ സമയം സ്വർണവും അതിൻ്റെ വില കൂടി 150 രൂപ ഇന്ന് കൂടിയിട്ടുണ്ട്. ഇത് കാരണം ബെയിൻ ക്യാപിറ്റൽ വന്നിട്ട് ഇപ്പോൾ ഓഫർ വരെ ഇടും. ആൻഡ് അവർ വന്നിട്ട് വളരെ പക്കാവായിട്ട് ടേക്ക് ഓവർ ചെയ്യും. സോ ബെയിൻ ക്യാപിറ്റൽ തന്നെ കമ്പനിയെ നടത്തും. നമുക്ക് വളരെ നല്ലതാണ്. ഇന്ന് എല്ലാം നമുക്ക് സന്തോഷമാക്കാം. LG ഇലക്ട്രോണിക്സ് ഇപ്പോൾ ഇറക്കി വിട്ടിട്ടുണ്ട്. LG ഇലക്ട്രോണിക്സ് എന്ത് പറയണമെന്ന് വെച്ചാൽ, ഞങ്ങളെ കൊണ്ട് പ്രഷർ ഇടാൻ പറ്റുന്നില്ല, വിൽ നോട്ട് ബി പ്രഷർഡ് ഇമ്മീഡിയറ്റ്ലി, ഞങ്ങൾക്ക് കാശ് ആവശ്യമില്ല, നല്ല വാല്യുവേഷൻ വന്നായിരുന്നു എന്ന് വിചാരിച്ചു. ഇപ്പം വന്നിട്ട് വാല്യുവേഷൻ ശരിയല്ല, അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. നമ്മൾ ഓവറാളാக നോക്കിയാൽ മാർക്കറ്റ് വന്നിട്ട് വളരെ വീക്കായി തന്നെ ഇരിക്കും. നമ്മൾ ഹാപ്പിയായിരിക്കാം. നമ്മളെ സ്ട്രാറ്റജീനെ വെളിനാട്ടിൽ പോയി കറക്റ്റാக ആ സാധനത്തിന് വാങ്ങുന്നത് എത്ര യൂസ്ഫുൾ ആയിരിക്കുന്നു എന്ന് നോക്കണം. പിന്നെ ഫേവറേറ്റ് കമ്പനി 2008 വാങ്ങിയത് 30% മുകളിൽ ലാഭം കയറിയിട്ടുണ്ട്. ടാറ്റ കമ്പനി ഡിവിഡൻഡും 2.5 രൂപ തന്നായിരുന്നു. ഇന്ത്യൻ ഹോട്ടൽസ് 30 രൂപയ്ക്ക് വാങ്ങിയത്. അപ്പൂപ്പൻ്റെ ബ്ലെസ്സിങ് കാരണം നല്ലതാണ് കിട്ടി കാശ്. വാങ്ങി നമ്മൾ പോക്കറ്റിൽ ഇടാം. 800 രൂപയുടെ മുകളിൽ പോയി എന്ന് പറയുന്നു അതിൻ്റെ റേറ്റ്. നമ്മൾ വളരെ സൂക്ഷിച്ചെടുത്ത് അകത്ത് വയ്ക്കണം. ഏതോ റവന്യൂ ഒക്കെ കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. അത് കാരണം വളരെ സന്തോഷത്തിലും ഇരിക്കുന്നു. 20% ഓഫ് നെറ്റ് പ്രോഫിറ്റിന് വന്നിട്ട് ഡിവിഡൻഡാണ് കൊടുക്കുന്നു. വളരെ നന്ദി എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങണം. ഇന്നും ഹോട്ടലെല്ലാം മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് എടുത്ത് നിറച്ച് ഹോട്ടൽ റൂംസൊക്കെ എടുത്ത് തിരുപ്പതിയിൽ 2ാമത് ഹോട്ടൽ എടുക്കുന്നു എന്നും പറയുന്നു. ഇതൊക്കെ വളരെ നല്ലതാണ് നമുക്ക്. ഇന്നലെ എല്ലാ എൻ്റർടൈൻമെൻറ്റ് കമ്പനി സ്റ്റോക്കും വളരെ അടിയാണ്. നെറ്റ്ഫ്ലിക്സ്, അത് ഇത് ഡിസ്നി, വാർണർ ബ്രദേഴ്സ് എല്ലാം ഔട്ടാണ്. എന്തെന്ന് വെച്ചാൽ ഈ ഹോളിവുഡ് ഇൻഡസ്ട്രി വന്നിട്ട് അമേരിക്കയുടെ വെളിയിലാണ് പടം എടുക്കുന്നു ചീപ്പായിട്ട്. ഇത് കാരണം തന്നെ എനിക്ക് നഷ്ടം വരുന്നു. ഇത് കാരണം ഞാൻ നിൻ്റെ മൂലം ടാരിഫ് ഇടുമെന്ന് പറയുന്നു. പിന്നെ ലാസ്റ്റ് പറഞ്ഞായിരുന്നു പോപ്പാണ്ടവറിനെ പോലെ ഞാനൊന്നും ഫോട്ടോ എടുക്കുന്നില്ല എന്ന്. ആരോ എടുത്താണ് ഇട്ടതെന്നും പറയുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ്. ഇന്ന് എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഞാൻ തീർക്കുന്നു എന്ന് വെച്ചാൽ, 2 ചോദ്യം നമ്മളെ വിഷ്ണു ചോദിക്കണമെന്ന് പറയുന്നു. ചോദിക്കട്ടെ. ചോദ്യങ്ങളുണ്ട്, അത് സാറ്റർഡേ സൺഡേ ചോദിക്കാം. ഇന്ന് കുറച്ച് മുഖ്യമായ ചോദ്യങ്ങൾ മാത്രം ഞാൻ ചോദിക്കാം. സർ, ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ആയ സർ? മാർക്കറ്റ് കയറിയോണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒന്നല്ല, ഇന്ന് അത് എല്ലാം ഇറങ്ങിയല്ലോ. 70 പോയിന്റ് അല്ലേ സാർ ഇറങ്ങിയിട്ടുണ്ട്? ഈരി അങ്ങനെ ടാരിഫിന്റെ ഒപ്പം ഇനി ഒരു 6 മാസം നീ നോക്ക്, നിന്റെ IT എന്താകും എന്ന് നോക്ക്. എല്ലാം നല്ല സന്തോഷവാക്കും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ന്യൂസും പറയാം. TCSൽ വേരിയബിൾ പേ ഒന്നും നടന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും ജോലിക്ക് വച്ചിരിക്കണമെന്ന് പറയുന്നു. ഇത് കാരണം ഈ വേരിയബിൾ പേയിനെ എടുത്ത് ഈ സിസേഴ്സിനെ എടുത്ത് കട്ട് ചെയ്തു. എല്ലാ IT കമ്പനിയിലും ഇതിനെ കട്ട് ചെയ്യും. ഇത് ജോലിയിൽ ഇരിക്കുന്നവർക്കാണ്. ഒരുപാട് ആൾക്കാരുടെ ജോലിയും പോകും. അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ നോക്കണം. ഈ ബൈക്ക് സെയിൽസ് നോക്കണം. വളരെ ഹാപ്പിയായിരിക്കുന്നു. കെച്ചസിന് ഒരു ബ്രസീൽക്കാരൻ വാങ്ങിയിട്ടുണ്ട് 3G ക്യാപിറ്റൽ. നമ്മൾ അപ്പൂപ്പൻ എന്നോ ഇട്ട കമ്പനി അയാൾ ആരോ ബാങ്കിനെ ഫ്രീ ആയി കൊടുക്കുന്നു, അവർ വാങ്ങിയിട്ടിരിക്കുന്നു. ഇതിനൊക്കെ നമ്മൾ സന്തോഷപ്പെടണം. ഇവിടെ സന്തോഷപ്പെടാൻ എന്തിരിക്കുന്നു സാർ? ഈ നല്ലതല്ലാതെ യെസ് ബാങ്ക്, അതായത് യെസ് ബാങ്ക് ഇത് നല്ലതല്ല അല്ലേ സാർ? മുമ്പേ പറഞ്ഞായിരുന്നു. ജസ്റ്റ് 15,000 crores ബോസ്. ബാങ്കിങ് ലൈസൻസേയും വാങ്ങാൻ പറ്റത്തില്ല. ഒരു 15% മുകളിൽ FDI ഇരിക്കരുത്. അവർക്ക് ഒരു എക്സംഷൻ കൊടുത്ത് ഒരു താമ്പാഴത്തിൽ പറ്റില്ലെങ്കിൽ പാക്കും വെച്ച് 51% എടുക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നു. അവൻ അവിടെ 0%ൽ വാങ്ങി അങ്ങനെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യും. അയച്ചാൽ 15,000 crores ഒരു ബാങ്ക് കിട്ടുന്നു. യാറിന് കിട്ടും ഇതുപോലെ ഒരു എക്സിസ്റ്റിംഗ് ബാങ്ക്? 15,000 crores യാർ കൊടുക്കും? സാർ, ഇതിനെ വന്നിട്ട് രതൻ ടാറ്റ എയർ ഇന്ത്യ വാങ്ങിയതുപോലെ നമ്മൾ വിചാരിക്കാമോ സാർ? അതുപോലെ തന്നെ ഇതുകൊണ്ട് ഈ 5 വർഷത്തിനെ എല്ലാത്തിനെയും ക്ലീൻ ചെയ്തായിരുന്നു. ഈ കാശിനായിട്ട് കോട്ടക് SBIനൊക്കെ അവർ ഇട്ട കാശിനെ തിരികെ കൊടുക്കും. ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എല്ലാം വരും. സിമിറ്റോമൊക്കെ എന്ത് പോയി, ഒരു പുതു ജാപ്പാനീസിൻ്റെ അകത്തെ എൻട്രി അല്ലേ? ഇന്ത്യയെ പോലത്തെ ഒരു വലിയ മാർക്കറ്റ് റാഹം. അതെ, മാർക്കറ്റിൻ്റെ എൻട്രി നമ്മൾ ആൾറെഡി ലാസ്റ്റ് ഇയർ അപ്പോൾ വാങ്ങുന്ന സമയത്തിലേ വാങ്ങി, അതും ചീപ്പാக വാങ്ങി വച്ചിട്ടുണ്ട്.
നമുക്കത് വളരെ നല്ലത് തന്നല്ലോ. ഈ വീഡിയോയിൽ സാറ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അടുത്തിരുന്നു കേട്ടോണ്ടിരുന്നായിരുന്നു. അപ്പൊ എനിക്ക് എന്ത് തോന്നി എന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ട് പറയാൻ, നിങ്ങളെ അപ്പൂപ്പൻ നിങ്ങൾക്ക് തന്നതിനെക്കാട്ടിലും രത്തൻ ടാറ്റ അപ്പൂപ്പനും വാറൻ ബഫറ്റ് അപ്പൂപ്പനും നിങ്ങൾക്ക് ഒരുപാട് തന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അത് ശരി തന്നെ. എനിക്ക് മാത്രം തന്നില്ല. എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അവർ തന്നിട്ടുണ്ട്. ഓക്കെ സർ, ഈ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് വന്ന് കുറഞ്ഞിട്ടുണ്ട്, വളരെ നന്നാ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അറൌണ്ട് $59 ഇരിക്കുന്നു. ഇത് കാരണം HP, BPCL, ഇന്ത്യൻ ഓയിൽ ഇത് ഈ മൂന്ന് പേർക്ക് ഒരു പോസിറ്റീവായ ന്യൂസ് എന്ന് പറയുന്നു. എല്ലാവരും നോക്ക്, ഇവർക്ക് ഈ കാത്തിൽ പൂ ഒരുപാട് ദിവസത്തിന് മുമ്പേ അവർക്ക് ചുറ്റിയായിരുന്നു. സാർ, ഞങ്ങൾക്ക് തന്നെ ഈ പെട്രോൾ ഡീസലിന്റെ വിലയൊന്ന് കുറയ്ക്കാതിരിക്കുന്നു സാർ. അതിനാ പെട്രോൾ ടാക്സിന് ഇട്ട് നമ്മൾ അമ്മമാരെ എടുക്കുമല്ലേ. ഓക്കെ, അപ്പോൾ അത് അവർക്കും പ്രോഫിറ്റ് ആകത്തില്ലേ സാർ? അപ്പോൾ അത് ലാസ്റ്റ് ടൈം പ്രോഫിറ്റ് ആകണ പോലെ ഇരുന്ന സമയത്തിൽ ടാക്സ് ഇട്ട് എടുത്തായിരുന്നു. നമ്മളൊരു ക്രിക്കറ്റ് ടീം ഓണറിന് ഫോൺ ഇടാം, എൻ്റെ ടാക്സാ ഇടാമോ ഇല്ല കുറച്ച് ദിവസം നിങ്ങൾ സമ്പാദിക്കണോ എന്ന് ചോദിക്കും. അവർ പറയുന്ന ഉത്തരത്തിൽ തന്നെ എല്ലാം ഇരിക്കും. ഓക്കെ, അവർക്ക് അതായത് ഈ BSNL ബില്ലിടാൻ മറന്നു, ടവറിന് ബില്ലിടാൻ മറന്നുപോയി. സാംസങ് വേറെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്, നീ പറഞ്ഞത് തന്നെ ഞാനും പറയുന്നു. സാംസങ് വന്നിട്ട് ഏതോ ടവറൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് വന്നിട്ട് നമ്മൾ ടാക്സ് കെട്ടണം ഇമ്പോർട്ട് മെഷീനറിന്ന്. അവൻ എന്ത് പറഞ്ഞു, ടീം ഓണറിന് ഒരു പ്രാക്ടീസ് നിനക്കൊരു പ്രാക്ടീസാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിലിരുന്ന് മനസ്സിലാക്കണം ആര് ചോദിച്ചതിന് ഡിസിഷൻ എടുക്കുന്നു എന്ന്. ഈ പെട്രോൾ ഡീസൽ വിലയിലിരുന്നും എനിക്ക് മനസ്സിലായിരിക്കും. ഈ എന്റർടൈൻമെന്റ് സ്റ്റോക്ക് ഒക്കെ വീഴ്ന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ട്രംപ് ഏത് സൈഡ് എണീക്കുന്നോ അതുപോലെ തന്നെ കാറ്റ് വരണം. അതായത് ഏതിലാണ് ഞാൻ ടാരിഫ് ഇടണം എന്ന് എനിക്ക് അറിയുന്നില്ല. TV നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, അതായത് സിനിമയുടെ മുകളിൽ ടാരിഫ്. അവരെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പോപ്പിനെ പോലെ വന്നിട്ടുണ്ട് ഇവരെ റിലീസ് ചെയ്തിട്ട് വേറെ ആരോ റിലീസ് ചെയ്തെന്ന് പറയുന്നു. അവർക്ക് പെട്ടെന്ന് ആശ വന്നിരിക്കാം ഈ പോപ്പിനെ പോലെ നമ്മളൊരു വേഷം ഇട്ടെങ്കിൽ നന്നായിരിക്കുമെന്ന്. അവരൊരു പ്രസ് മീറ്റിൽ കൂടെ പറഞ്ഞായിരുന്നല്ലേ സർ? അതെ, അതായത് ഇപ്പോൾ ഐ വിൽ ബി എ ഗുഡ് പോപ്പ് എന്ന്. അത് കാരണം ഇപ്പൊ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇപ്പൊ ലോകമേ പറയുന്നു ഇയാൾ ഈ സൈഡ് എണീക്കണോ ഇല്ല ആ സൈഡ് എണീക്കണോ എന്ന്. ഓക്കെ സർ, ഇനി അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ നോക്കുന്നവർക്ക് ഇഷ്ടപ്പെടാതെ ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നു. സ്വർണം വന്നിട്ട് 270 രൂപ കയറിയിട്ടുണ്ട് സർ. ഒന്നെങ്കിൽ പെട്ടെന്ന് 300 രൂപ കുറയുന്നു, ഇല്ലെങ്കിൽ പെട്ടെന്ന് 300 രൂപ കയറുന്നു, ഇല്ലെങ്കിൽ സ്റ്റേബിൾ ഫ്ലാറ്റ് ആയിരിക്കുന്നു. അതായത് നിങ്ങൾ വളരെ ഷോർട്ട് ടേമിലാണ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ജീവിതത്തിന്റെ എല്ലാം ഫ്യൂച്ചർ പെർസ്പെക്റ്റീവ് വൈസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഒരു 10,000 തൊട്ടുണ്ട് അത് ഇറങ്ങി നിങ്ങൾക്ക് ഒരു ചാൻസ് തരണം. എന്നെ കൊണ്ട് അവിടെ വരെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചാൻസ് തരണം. ഇപ്പോൾ വാങ്ങുന്നില്ല, വാങ്ങിരം ഇന്നേ പ്രശ്നം. 4 ദിവസം നീ വാങ്ങി പിന്നെ അത് കുറച്ച് കയറി. ഓക്കെ സർ, ഡൺ. ഇപ്പൊ ഇരിക്കുന്ന സിറ്റുവേഷനിൽ സുമിത്രമ്മ ബാങ്ക് വന്നിട്ട് യെസ് ബാങ്കിൽ 51% സ്റ്റേക്ക് എടുക്കുന്നു എന്ന ന്യൂസ് വന്നിട്ടുണ്ട്. നമ്മളെ എക്സ് ബാങ്കിൽ ഇറങ്ങാമോ ഇറങ്ങണ്ടാമോ അല്ല നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാമോ എന്നതാണ് എന്റെ ചോദ്യം. ഇത് തന്നെ നിങ്ങളെ ചോദ്യമായിരുന്നാലും നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ചോദ്യത്തിന് കറ്റടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ച് ഉത്തരം വാങ്ങിച്ചു തരാം. ഇന്നും നമ്മളെ ഫോളോ ചെയ്തവർക്ക് വളരെ ഹാപ്പിയസ്റ്റ് ഡേയാ. എസ്പെഷ്യലി ട്രേഡറിന്റെ അമേരിക്കൻ ആൻഡ് ജാപ്പനീസ് സ്റ്റോക്ക് ഫോളോവേഴ്സിന് എക്സ്ട്രീംലി ഗുഡ് ഡേ. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ബെൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളെ സ്വന്തക്കാർക്കും നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇന്നും വേറെ ഭാഷക്കാർ ഫ്രണ്ട്സിന് നിങ്ങൾ ഹിന്ദി അറിയാനുള്ളവർക്ക് പൈസ ബോൾത്ത ഹൈ എന്ന ചാനലും, ഹിന്ദുക്കാരർക്ക് മണിമാത്തു എന്ന ചാനലും, മണിമാത്തലു എന്ന ചാനലും ഉണ്ട്. അതിനെയും ഷെയർ ചെയ്ത് അവർ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.